ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലം ഇന്നലത്തെ ഭ്രാതൃഭാവം തങ്ങളിൽ തങ്ങളിൽ മുഖത്തു തുപ്പും നമ്മളൊന്നു ചൊല്ലും ചിരിക്കും. പിണ്ഡം പിതൃക്കൾക്കു വയ്ക്കാതെ കാവിനും പള്ളിക്കുമെന്നെണ്ണി മാറ്റും. പിന്നെ അന്നത്തെ അന്നത്തിനന്യന്റെ ബന്ധങ്ങൾ തന്ത്രത്തിലൊപ്പിച്ചെടുക്കും. പുള്ളിയിലെ നമ്മുടെ മോഹനേട്ടൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ മോഹനേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മോഹനേട്ടനെ നേരിട്ട് ചോദിച്ചറിയാം. മോഹനേട്ടൻ എന്താ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? മോഹനേട്ടനൊരു കവി കൂടിയാണ് കേട്ടോ. ഉണ്ടല്ലേ? വീട്ടില് നായ വളർത്തുന്നുണ്ട്. റോട്ടിൽ കിടക്കണം. ആ, അപ്പൊ അതിന് വേണ്ട സൗകര്യങ്ങൾ മോഹനേട്ടൻ ചെയ്തു കൊടുക്കാന്ന് മാത്രം. അത് റോട്ടിൽ കിടന്നോട്ടെ. എന്റെ വീട്ടിൽ കിടക്കും. അതെ. മോഹനേട്ടൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? സ്കൂൾ ജീവിതമൊക്കെ ഇങ്ങനെ 5ാം ക്ലാസ് വരെ. അപ്പൊ ഈ കവിതയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? 5ാം ക്ലാസ് പഠിക്കുന്ന അല്ല, ഒരുപാട് കവിതകളൊക്കെ മോഹനേട്ടൻ ചൊല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, വെറുതിരിക്കുമ്പോഴും അത് കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം? അനുഭവം അത് നല്ലൊരു അനുഭവം പറയാൻ പറ്റും. അതൊന്ന് പറഞ്ഞു, നല്ലൊരു പഴയ കാലത്തിലെ അനുഭവങ്ങൾ. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി? ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി? എന്താണ് അതിന്റെ സാരെന്ന് പറഞ്ഞാൽ? അത് സാരെന്ന് പറഞ്ഞാൽ രൂപത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുന്ന രൂപത്തില് പറയാൻ പറഞ്ഞാല് ദുഃഖിക്കാൻ വേണ്ടിട്ട് നമ്മൾ ജീവിക്കരുത്, സന്തോഷിക്കാൻ വേണ്ടിട്ടാ ജീവിക്കുക. ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്തുക, സന്തോഷങ്ങൾ മാത്രം കണ്ടെത്തുക, മറ്റുള്ളവരുടെ മനസ്സിനെ ദ്രോഹിക്കാതിരിക്കുക. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. അതെ, നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക. അവിടെ ജാതിയും മതം ഒന്നുമില്ല. അതാണ് അതിന്റെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോഹനേട്ടന്റെ വീട്ടിൽ ആരുള്ളത്? ഇപ്പൊ ആരുമില്ല, ഞാൻ തന്നെയാണ്. അങ്ങനെ പോണ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പണി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് വർക്ക്? ഇപ്പൊ എന്ത് പരിപാടിക്ക് പോകുന്നത്? വർക്ക് ഞാന് അത് പറയാൻ പറഞ്ഞിട്ട് നല്ലൊരു കുക്കാണ് കേട്ടോ മോഹനേട്ടൻ. അടിപൊളിയായിട്ട് നല്ല ഐറ്റംസുകൾ മോഹനേട്ടൻ ഉണ്ടാകും. നമ്മളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഓരോ പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാല് കാറ്ററിങ്ങിനൊക്കെ മോഹനേട്ടൻ പോകാറുണ്ട്. ഇതിലിപ്പോൾ ഈ അടുത്ത് നമ്മുടെ അവിടെ ഒരു വലിയൊരു വടംവലിയൊക്കെ നടന്നു. വടംവലി അന്ന് മോഹനേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. നല്ല പഴംപൊരിയൊക്കെ, കിണ്ണം കാച്ചി പഴംപൊരി, ഉള്ളിവട, മുട്ട ബജി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അടിപൊളിയായിട്ട് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അതൊക്കെ എങ്ങനെയാണ് കേട്ടോ. കാരണം ഒരുപാട് നമ്മൾ കാറ്ററിങ്, നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് അവിടെ മോഹനേട്ടൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. ഇല്ലേ, വീട്ടിലെ കാറ്ററിങ്ങിന് പോകാറില്ല? ഇപ്പോഴും പോകുന്നുണ്ടോ അതോ വിളിച്ചാൽ പോകാറുണ്ട് അല്ലേ? എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ വേറെ ജീവിതമൊക്കെ ഉഷാറായിട്ട് പോകണില്ലേ മുന്നോട്ട്? തീർച്ചയായിട്ടും കുഴപ്പമോ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ആരോഗ്യമുള്ളിടത്തോളം അധ്വാനിക്കാൻ ജീവിക്കാം. മോന് ഇഷ്ടമുള്ള ഒരു കവിത? പഠിച്ച കവിത അല്ല, എഴുതിയതല്ല, പഠിച്ച ഒരു 4 വരി ഒന്ന് ചൊല്ലിത്തന്ന സന്തോഷം. മോനേട്ടന് ഇഷ്ടമുള്ളത്, ഏറ്റവും ഇഷ്ടമുള്ളത്, എളുപ്പത്തിൽ ചൊല്ലാൻ? ചാത്തനും പാണനും പാക്കനാരും പെരും തച്ചനും മങ്ങയരും വള്ളുപോനും ഉപ്പു കൊച്ചനും രചകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും, വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും. ഇന്ദ്രിയം കൊണ്ടേ ചവയ്ക്കുന്ന താമ്പൂലം ഇന്നലത്തെ ഭ്രാതൃഭാവം തങ്ങളിൽ തങ്ങളിൽ മുഖത്തു തുപ്പും നമ്മളൊന്നു ചൊല്ലും ചിരിക്കും. പിണ്ഡം പിതൃക്കൾക്കു വയ്ക്കാതെ കാവിനും പള്ളിക്കുമെന്നെണ്ണി മാറ്റും. പിന്നെ അന്നത്തെ അന്നത്തിനന്യന്റെ ബന്ധങ്ങൾ തന്ത്രത്തിലൊപ്പിച്ചെടുക്കും. കുഞ്ഞിനു കൊറ്റിനായി മേനി വിൽക്കും തെരുവു പെണ്ണിനൊരു മറയാണു ഗാന്ധി. അളയറ്റ യുവതയ്ക്കു ബോധം പുകയ്ക്കുവാൻ തണലുള്ളൊരിടമാണു ഗാന്ധി. നീതിക്കു വില കൂട്ടി വിൽക്കുന്ന സേവന ചതികൾ കുടുപ്പാണു ഗാന്ധി. ഏതു രക്ഷസിനും ദേവതയാകുവാൻ ഓതുന്ന പേരാണു ഗാന്ധി. നിസ്വന്റെ മിഴിയിലെ ധൈന്യമായി തീരുന്ന നിസ്സഹായതയാണു ഗാന്ധി.
എവിടെയോ കരയുന്നു ഗാന്ധി, എവിടെയോ കരയുന്നു ഗാന്ധി. പ്രശാന്തി തൻ കണികയും പറ്റും ഈ ഗ്രാമനേത്രങ്ങളിൽ. പങ്കിട്ടു തിന്നുന്ന ദൈവങ്ങൾ ഭക്തന്റെ ചങ്കു കീറുന്നൊരി ഹിംസക്കളങ്ങളിൽ. സ്നേഹം ചുവപ്പായി പച്ചയായി കാവിയായി മാതൃഗർഭങ്ങൾ ഇളർക്കും നിലങ്ങളിൽ. ചുടുചോര നിലവിളി ചമരം നിലങ്ങളിൽ തനിയെ നടക്കുന്നു ഗാന്ധി. ചുടുചോര നിലവിളി ചമരം നിലങ്ങളിൽ തനിയെ നടക്കുന്നു ഗാന്ധി. അടിപൊളിയായിട്ട് കേട്ടോ. ഏറ്റവും നല്ല കവി, ഇഷ്ടപ്പെട്ട കവി ആരാണ്? എനിക്ക് പൂന്നാനം നമ്പൂരിപ്പാടാ. പൂന്നാനം നമ്പൂരിപ്പാട്. അപ്പോൾ നല്ലൊരു കവിത ഞങ്ങൾക്ക് ചൊല്ലിത്തന്നതിൽ വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ മോനേറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ മോനേറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഞാൻ പറയട്ടാ. ഓക്കെ.